JP Astro Life-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കർക്കിടക മാസം 22-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലെ ഗുണദോഷഫലമാണ്. അതുപോലെ ആഗസ്റ്റ് 6 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിലെ നിങ്ങളുടെ ഗുണദോഷഫലങ്ങൾ ഈ ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചിങ്ങൻ രാശിയുടെ ഫലമാണ് ഇപ്പോൾ പറയുന്നത്. ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തിരം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം ചേരുന്നതാണ് ചിങ്ങം രാശിക്കൂറ്. അപ്പം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് കരുതിയാൽ പലപ്പോഴും ചില തടസ്സങ്ങൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കർമാധിപൻ ലഗ്നരാശിയിൽ വരുന്നതും 10-ൽ ചൊവ്വ നിൽക്കുന്നതും പലവിധ ധനലാഭത്തെ സൂചിപ്പിക്കുന്നതാണ്. 11-ലും 12-ലും അംശകം ചെയ്യുന്ന സാഹചര്യത്തിൽ 15, 16 തീയതികളിൽ അത്ര മെച്ചമായിരിക്കില്ല എന്നൊരു സൂചന നൽകുന്നുണ്ട്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസം, ധനം, തൊഴിൽ എന്നീ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിൻ്റേതായ മെച്ചമുണ്ടാകും. ബന്ധുക്കളുമായി ചില ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട്. യുവാക്കൾക്ക് വളരെ മെച്ചപ്പെട്ട സമയമാണ്. 10-ലെ വ്യാഴം 12-ൽ അംശകം ചെയ്ത് നിൽക്കുന്നതിനാൽ കുട്ടികളുടെ ഭാവിയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നല്ല ചിലവുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ചിലവ് അധികമാകും, അല്ലെങ്കിൽ ധനച്ചിലവ് കൂടും എന്നർത്ഥം. വിദേശ പഠനം, ജോലി എന്നിവയ്ക്ക് ശ്രമിക്കുന്ന യുവാക്കൾക്ക് അനുകൂലമായ സമയമാണ്. സുഖസൗകര്യങ്ങൾക്കും ആഡംബര ജീവിതത്തിനും ഒരു കുറവും വരികയില്ല എന്നുള്ളതാണ്. 7-ലെ ശനി കർമ്മരംഗത്ത് പുതിയ പദ്ധതികൾ രൂപം കൊള്ളുന്നതിന് സൂചിപ്പിക്കും. 10-ാം ഭാവത്തിൽ ശനി അംശകം ചെയ്ത് നിൽക്കുന്നുണ്ട്. പല കാര്യങ്ങളും മാർഗതടസ്സമായി വരുന്ന സാഹചര്യത്തിൽ പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കും എന്നുള്ളതാണ്. അലർജി, കാലിന് പ്രശ്നങ്ങൾ, വേദന ഇങ്ങനെയൊക്കെയുള്ളവർ സൂക്ഷിക്കണം എന്നതാണ്. ഇനി കന്നിരാശിയുടെ ഫലത്തിലേക്ക് പോകുമ്പോൾ, കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്രയുടെ 1, 2 പാദങ്ങൾ ഇത് ചേരുന്നതാണ് കന്നിരാശി. അപ്പോൾ കർമ്മഗുണം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. 11-ൽ സൂര്യനും 12-ൽ ബുധശുക്രന്മാരും വരുന്ന സാഹചര്യത്തിൽ തൊഴിൽപരമായ ഉന്നതി, പ്രമോഷൻ അഥവാ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി, സുഹൃത്തുക്കളും ബന്ധുക്കളും സ്ത്രീകളും ഒക്കെ പല കാര്യത്തിലും സഹായിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ സുഖസൗകര്യങ്ങൾ, വിദ്യാഭ്യാസ ഗുണം, മറ്റുള്ളവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുന്നത്, കലാസാഹിത്യ രംഗത്ത് താല്പര്യമുള്ളവരും അത്തരത്തിൽ പ്രവൃത്തി ചെയ്യുന്നവർക്കുമൊക്കെ അനുകൂലമായ സമയം. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് നിൽക്കുന്നവർക്കും വിദേശ പഠനം, ജോലി എന്നിവ പ്രതീക്ഷിക്കുന്നവർക്കും കുറേ മെച്ചപ്പെട്ട സമയമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തന്നെ ഇതൊരു പൊതുഫലമാണ്. ജാതകത്തിൽ പല ഗ്രഹങ്ങളും വളരെ മോശമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്നും വരില്ല, കുറേ കാര്യങ്ങൾ ശരിയായിരിക്കും എന്നുള്ളതാണ്. 6-ലെ ശനി ശത്രുനാശവും അതുപോലെ രോഗശാന്തിയും കാര്യങ്ങളിൽ വിജയവും ഒക്കെ നൽകും. 9-ലെ ചൊവ്വ സാമ്പത്തികമായ ചിലവിന്, പ്രത്യേകിച്ച് പങ്കാളിക്ക് വേണ്ടിയുള്ള ചിലവിന് സൂചിപ്പിക്കുന്നു എന്നതാണ്. സഹോദരങ്ങളിൽ നിന്ന് പല സഹായങ്ങളും ലഭിക്കാം. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതും ഉച്ചരാശിയായ 11-ൽ അംശകം ചെയ്ത് നിൽക്കുന്നതും പലവിധ സുഖവും ലാഭവും ഭാഗ്യാവസ്ഥയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദാമ്പത്യ സുഖം, സന്താനലാഭം, ആജ്ഞാശക്തി, ധനലാഭം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം എന്നതാണ്. ബുധൻ 9, 10 ഭാവത്തിൽ വക്രഗതിയിൽ അംശകത്തിൽ നിൽക്കുന്ന സമയം വിദ്യാഭ്യാസ സംബന്ധമായി പരിശ്രമിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം വളരെ നല്ല ഒരു സമയമാണ് എന്നുള്ളതാണ്. ഇനി തുലാം രാശിയിലേക്ക് പോകുമ്പോൾ, തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ഇവയാണ്. അപ്പോൾ 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് കർമ്മഗുണം ഉണ്ടാക്കുന്ന കാര്യമാണ്. തൊഴിൽപരമായി വളരെ മെച്ചമുണ്ടാകും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പരാജയപ്പെട്ട് കിടന്ന സംരംഭങ്ങളൊക്കെ കുറേ കൂടി മെച്ചത്തിൽ നടത്താനും അത് പൂർത്തീകരിക്കാനുമൊക്കെ സാധിക്കും എന്നതാണ്. 6, 7 തീയതികളിൽ ബന്ധുക്കളുടെ ഒത്തുചേരൽ ഉണ്ടാകും. അതിനു മുന്നോടിയായി തുടർന്നു വരുന്ന 3-4 ദിവസം സാമ്പത്തികമായി അധിക ചിലവിനും സാധ്യതയുണ്ട് എന്നതാണ്.
ആരോഗ്യ സംബന്ധമായി അത്ര നല്ല ഒരു സമയമല്ല. 11-ാം തീയതി വരെ സാമ്പത്തിക നഷ്ടവും തോള്, കഴുത്ത് മുതലായ ഭാഗങ്ങളിൽ പ്രശ്നങ്ങളോ വേദനയോ മറ്റെന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോ ഒക്കെ വരാം എന്നതാണ്. അതുപോലെ തോളിനും കഴുത്തിനുമൊക്കെ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉള്ളവർ ഒന്നുകൂടി സൂക്ഷിക്കണം എന്നുള്ളതാണ്. തലകറക്കം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ചിലർക്ക് വീഴ്ച സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നതാണ്. ചില മാനസിക പ്രയാസത്തിനും വഴിയൊരുക്കുന്ന ചില സംഭവങ്ങളും ഉണ്ടാകാം എന്നതാണ്. ബുധശുക്രന്മാർ 11-ൽ വരുന്നത് വളരെ നല്ലതാണ്. ബന്ധുക്കളുടെ സഹായം, സാമ്പത്തിക ലാഭം, കാര്യജയം, പരീക്ഷകളിൽ വിജയം, വിദ്യാഭ്യാസ പുരോഗതി, പാരിതോഷികങ്ങൾ ലഭിക്കുക, സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവുക, ഉപരിപഠനത്തിന് സാധ്യതയുണ്ടാവുക, അതുപോലെ സുഖകരമായ ഭക്ഷണം, വസ്ത്രം തുടങ്ങി പല ഗുണങ്ങളും ലഭിക്കുക, അപ്രതീക്ഷിതമായി ചില കലഹ സാധ്യതകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഓർക്കണം. പങ്കാളിയുമായി നല്ല അടുപ്പവും കൂടുതൽ ഇഷ്ടവും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസവും വരാമെങ്കിലും അതൊരു വലിയ വിഷയമൊന്നും ആകത്തില്ല. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം കർമ്മസ്ഥാനത്ത് അംശസ്ഥിതിയിൽ വരുന്നത് തൊഴിൽപരമായി മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. സ്വാതന്ത്ര്യമില്ലായ്മ, അതുപോലെ സഞ്ചാരക്ലേശം, ആരോഗ്യ പ്രശ്നം, നിരാശ, അല്പം ഉന്മേഷക്കുറവ് ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ദിവസങ്ങളിൽ ഉണ്ട് എന്നതാണ്. ശനിയുടെ സ്ഥിതി സന്താനങ്ങളുടെ കാര്യത്തിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാനസികമായി സ്വാർത്ഥനാകുന്ന ഒരു കാലഘട്ടം കൂടിയാകാം ഇത്. ശനി അംശകം ചെയ്യുന്നത് ഇടവത്തിൽ 8-ാം ഭാവത്തിലായതിനാൽ ദൈവാധീനക്കുറവും ബന്ധുക്കളുമായി അകൽച്ചയും ശത്രുദോഷവും രോഗാരിഷ്ടയും വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിഷ്ണുവിന് പാൽപ്പായസവും ശനിദോഷത്തിന് നീരാജനവും നടത്തുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനി വൃശ്ചികം രാശിയിലേക്ക് പോകുമ്പോൾ സൂര്യൻ 9-ൽ നിൽക്കുന്നത് പിതൃതുല്യരായ വ്യക്തികൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം എന്നതിനെ സൂചിപ്പിക്കുന്നു. 5-ാം ഭാവാധിപനായ വ്യാഴം 7-ൽ നിന്ന് 9-ാം ഭാവമായ കർക്കിടകത്തിൽ അംശയം ചെയ്ത് നിൽക്കുന്നത് സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന വിഷമത മാറി നല്ല അവസ്ഥയിലേക്ക് വരുന്നു എന്നതിനെ സൂചിപ്പിക്കും. 2-ാം ഭാവാധിപത്യം കൂടി വരുന്നതിനാൽ സാമ്പത്തികമായും കുടുംബപരമായും നേരത്തെ വാക്കു പറഞ്ഞ് നടത്താൻ സാധിക്കാതിരുന്ന, വാക്ക് പാലിക്കാൻ പറ്റാതിരുന്ന പല കാര്യങ്ങൾക്കും ഗുണകരമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും അതൊക്കെ നിറവേറ്റാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ്. 12-ാം തീയതിക്ക് ശേഷം സാമ്പത്തിക നഷ്ടത്തിനോ അധിക ചിലവിനോ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. 7-ലെ ചൊവ്വായും ശനിയുടെ അംശകസ്ഥിതിയും ചില കാര്യങ്ങളിൽ മാർഗതടസ്സവും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. അതുപോലെ പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത വരും. പല കാര്യങ്ങളിലും ബന്ധുക്കളുമായും ഭിന്നത സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോവുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ധനുരാശിയിലേക്ക് പോകുമ്പോൾ, ധനുരാശി എന്ന് പറയുമ്പം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദം, ഇതാണല്ലോ ധനു. അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്ന കാലമാണ്. അപ്പോൾ രോഗാവസ്ഥയ്ക്കും മാനസിക വിഷമത്തിനും ഉദരസംബന്ധമായ പ്രശ്നത്തിനും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. 10-ാം തീയതി വരെ സൂര്യൻ ജന്മത്തിലും 2-ലും അംശകം ചെയ്ത് നിൽക്കുന്നത് സഞ്ചാരക്ലേശം, ധനനഷ്ടം, കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഇതൊക്കെ നിലനിൽക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. 3-ലെ ശനി മുന്നോട്ട് പോകുന്നതിനാവശ്യമായ ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയുമൊക്കെ നൽകും. എങ്കിലും 6-ൽ അംശകം ചെയ്ത് നിൽക്കുന്നത് ശത്രുനാശവും രോഗശാന്തിയും നൽകുമെങ്കിലും 6-ലെ വ്യാഴം ഈശ്വരാധീന കുറവിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. 9-ലെ ബുധൻ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള സൂചന നൽകുന്നുണ്ട്. വാദസംബന്ധമായ പ്രശ്നങ്ങൾ, ഉദരസംബന്ധമായ വിഷയങ്ങൾ ഇതിനൊക്കെ സാധ്യത ഉള്ളവരെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പുതുതായിട്ട് ഇതിനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. 9-ലെ ശുക്രൻ സുഖഭോഗങ്ങൾക്ക് വേണ്ട സാഹചര്യം ഉണ്ടാക്കുന്ന നിമിഷമാണ്. ധനലാഭം, സ്ത്രീസുഖം തുടങ്ങിയ ഭാഗ്യമായ അവസ്ഥയ്ക്ക്, ഭൗതിക സുഖത്തിന് യാതൊരു കുറവും വരുന്നില്ല. ഇതിനെല്ലാം സാധ്യതയുണ്ട്. 8, 9 തീയതിയും 15, 16 തീയതിയും 7-ലും 10-ലും ശുക്രൻ അംശകം ചെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ സ്ത്രീകൾ നിമിത്തം
ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും കലഹത്തിനും അപവാദത്തിനും ശത്രുതയ്ക്കുമൊക്കെ കാരണമാകാം എന്നതാണ്. വളരെ ആലോചിച്ചും സൂക്ഷിച്ചും സഹകരിക്കുക. ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ആരാധനയും വഴിപാടും നടത്തുന്നത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും അതുപോലെ സൂര്യൻ്റെയും ഒക്കെ ദോഷത്തിന് ഒരു പരിഹാരമായി മാറും എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. ഗുണദോഷ സംബന്ധമായ ദിവസങ്ങളും സമയങ്ങളുമൊക്കെ ആലോചിച്ച് വേണ്ട രീതിയിൽ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.